ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവ്. ബൈ. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. അപ്പോൾ ഏപ്രിൽ 22 ആ ഒരു ഭീകരാക്രമണത്തിന് ശേഷം ഇങ്ങനെ ഡെയിലി ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 26 പേരായിരുന്നു. അതായത് കാശ്മീരിലെ പഹൽഗാമിൽ ടൂറിസ്റ്റ് മേഖലയിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഒരു ഭീകരാക്രമണം. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡേ ബൈ ഡേ ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ എന്താ പറയുന്നത് യുദ്ധത്തിൻ്റെ ആ ഒരു അപ്ഡേറ്റുകളാണ് ഡെയിലി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സിന്ധു നദീകര കരാർ ഇന്ത്യ റദ്ദാക്കുന്നു, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം വെള്ളം തന്നില്ലെങ്കിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. കടുത്ത ആക്രമണം നേരിടേണ്ടി വരുമെന്ന് പറയുന്നു. ആണവായുധ ഭീഷണി നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ആണവായുധ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് മറക്കരുതെന്നും അങ്ങനെ അത്തരത്തിലുള്ള ഭീഷണികൾ വരുന്നു. അതോടൊപ്പം പാകിസ്ഥാനിലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെയും ഇൻസ്റ്റഗ്രാമേഴ്സിൻ്റെയും ഒക്കെ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ മരവിപ്പിക്കുന്നു. അതോടെ ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നു. അതോടൊപ്പം പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയിൽ കൂടെ ഇന്ത്യൻ വിമാനങ്ങൾ പറന്നു പോകാൻ പാടില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നു. അങ്ങനെ നിരവധി ബാക്പോരുകളാണ് ഡേ ബൈ ഡേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെനാബ് നദിയിലെ ഷട്ടർ, ചെനാബ് നദിയിൽ അണക്കെട്ടിലെ ആ ഷട്ടർ ഇന്ത്യ താഴ്ത്തി ജലനിരപ്പ് കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. മെയിനായിട്ടും ഇന്ത്യ വെള്ളത്തിലാണ് ഇപ്പോൾ കൈവച്ചിരിക്കുന്നത്. പാകിസ്ഥാനാണെങ്കിൽ കുടിവെള്ളം, സിന്ധു നദീകര കരാറും കാര്യങ്ങളൊക്കെ. അതിനെതിരെ ഇപ്പോൾ പുതിയ ഡാമൊക്കെ പണിത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ തകർക്കുമെന്നൊക്കെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഇന്നലെ അവിടെ പ്രതികരിക്കുകയുണ്ടായി. ഏതായാലും ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും അല്ലെങ്കിൽ ഏത് വിധേന ആക്രമണം ഉണ്ടാകുമെന്നും ഇരു രാജ്യങ്ങളും ജാഗരൂകരാണെന്ന് പറയാം. അതിനിടെ ചെറിയ വെടിയുച്ചകളൊക്കെ അതിർത്തിയിൽ അവിടെയൊക്കെ നടന്നു. പക്ഷേ അതെല്ലാം ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. അതോടൊപ്പം അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ഇന്ത്യ കണ്ടെത്തി. അതായത് ചൈനീസ് ഡ്രോണുകളാണ്. ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ പറത്തി. അപ്പം അത് ഇന്ത്യ അതിർത്തിയിൽ നിന്നും ഇന്ത്യ കണ്ടെത്തിയിരുന്നു. അത് കേടായ അല്ലെങ്കിൽ തകർന്നടിഞ്ഞ രീതിയിലായിരുന്നു ഡ്രോണുകൾ കണ്ടെത്തിയത്. അത് ചൈനീസ് ഡ്രോണുകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈന പാകിസ്ഥാന് പുറകിലാണ്, പാകിസ്ഥാൻ്റെ കൂടെയുണ്ട്. പാകിസ്ഥാൻ എല്ലാവിധ സഹായങ്ങളും ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനയും പാകിസ്ഥാനും കൂടിയുള്ളൊരു നീക്കമാണിത്. അതോടൊപ്പം ഇന്ത്യക്കാകട്ടെ അമേരിക്കയുടെ പിന്തുണയുണ്ട്, ഇസ്രായേലിൻ്റെ പിന്തുണയുണ്ട്, അതോടൊപ്പം റഷ്യയുടെ പിന്തുണയുണ്ട്. അങ്ങനെ മുൻനിര ലോകശക്തികളെല്ലാം നമ്മുടെ കൂടെ ഉള്ളതും നമുക്ക് ഒരു ധൈര്യമാണെന്ന് പറയാം. ഏതായാലും ഏപ്രിൽ 22 തുടങ്ങിയ ആ ഒരു പോര് ഇപ്പോഴും തുടരുകയാണ്. ഡേ ബൈ ഡേ പുതിയ കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും. ഇന്ത്യ ഒന്ന് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ വേർന്ന് ചെയ്യുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകളും അതോടൊപ്പം വാൺ ചെയ്യലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണെന്ന് പറയാം. ഏതായാലും വിനോദസഞ്ചാരികളെ ആക്രമിച്ച് അല്ലെങ്കിൽ 26 പേരാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്, സാധാരണക്കാരായ ജനങ്ങളെ. ഏതായാലും 22 ഏപ്രിൽ 22. ഇപ്പോൾ ഏകദേശം ഒരു 12 ദിവസത്തോളമായിരിക്കുന്നു. 12 ദിവസത്തോളമായിട്ടും ഇപ്പോഴും ആ ഒരു ഇത് തുടരുകയാണെന്ന് പറയാം. ജമ്മു കാശ്മീരിൽ ഇപ്പോഴും കനത്ത സുരക്ഷയിലാണ്. ഏതായാലും രാജ്യത്തെ നടുക്കിയ ഒരു സംഭവം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിള്ളലിന് വളരെ ആത്യധികം കൂട്ടിയെന്ന് പറയാം. ഏതായാലും രാജ്യം മൊത്തം കനത്ത സുരക്ഷയിലാണ്. പാകിസ്ഥാനും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബാക്പോരുകളും കാര്യങ്ങളൊക്കെ ഡെയിലി തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സിന്ധു നദിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടും ഡെയിലി ഓരോ പ്രസ്താവനകളാണ് ഇരു രാജ്യങ്ങളും പുറത്തേക്ക് വിടുന്നതെന്ന് പറയാം. പഹൽഗാം ഭീകരാക്രമണം ഏപ്രിൽ 22 അത് സംഭവിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.